പക്ഷേ ഈ വിഷയത്തിൽ കേരള സർക്കാർ എടുത്തത് ധീരമായൊരു തീരുമാനമാണ്. കാരണം വരാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ സർക്കാരിന് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാരണവശാലും കണക്കാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ പട്ടികയിലുള്ള മൂന്ന് പേരും മൂന്ന് കോണ്ടെക്സ്റ്റുകളിലാണ്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ രവതാ ചന്ദ്രശേഖരന് കൂടുതൽ മെറിറ്റ് വരാനൊരു കാരണമുണ്ട്. അത് ഞാൻ പറയാം. ഒന്ന്, ഈ പ്രകാശ് സിംഗ് കേസിൽ 2006 വിധി വരുന്ന സമയത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പരമാവധി പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ നിയമനത്തിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല 2 വർഷം കൂടി അദ്ദേഹത്തിന് ഫിക്സഡ് ടേം കൊടുക്കണം എന്നുള്ളതാണ്. 6 മാസം കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് സാധാരണ ഈ ലിസ്റ്റ് അയക്കുന്നത്. പക്ഷേ നിങ്ങൾ മേധാവിയായി തീരുമാനിക്കപ്പെട്ടാൽ 2 വർഷം കൂടി സർവീസിൽ തുടരാം. ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോൾ നിലവിൽ നമ്മളുടെ രവതാ ചന്ദ്രശേഖർ 1991 IPS ബാച്ച്, കേരള കേഡർ, ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരിയിൽ നിന്നുള്ള വളരെ സത്യസന്ധനായ, ഹൈദരാബാദിൽ അന്ന് എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലാണ് ASP ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നാണ് പിന്നീട് കേരള കേഡറിലേക്ക് വരുന്നത്. SP ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് തലശ്ശേരിയിലാണ്. നിതിൻ അഗർവാൾ ഒഴിയുന്ന വേക്കൻസിയിലേക്കാണ് ഈ രവതാ ചന്ദ്രശേഖർ വരുന്നത്. ഹൈദരാബാദിൽ നിന്ന് വരുന്നത് കേരളത്തിലെ കേഡറിലേക്ക്, തലശ്ശേരിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ നിലവിൽ IBയുടെ മേധാവിയായ തപൻ കുമാർ ദേവ യഥാർത്ഥത്തിൽ 1 വർഷം കൂടി എക്സ്റ്റൻഷൻ നീട്ടിക്കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ.